അന്ധകാരത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന അറേബ്യൻ ജനതയിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നു. അവിടുത്തെ 40-ാമത്തെ വയസ്സുവരെ എല്ലാവർക്കും അൽ അമീനായി, വിശ്വസ്തനായി, ഏവർക്കും വേണ്ടപ്പെട്ടവനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറുമ്പോൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മുദ്രാവാക്യവുമായി 40-ാമത്തെ വയസ്സിൽ നുബുവത്തുമായി കടന്നു വരുന്ന സമയത്ത് അൽ അമീൻ എന്ന് വിളിച്ച അതേ നാവുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാഹിർ എന്ന് വിളിച്ചു, കള്ളവാദി എന്ന് വിളിച്ചു, പൂർവ്വപിതാക്കന്മാരെ നിഷേധിക്കുന്നവനെന്ന ആക്ഷേപത്തിന്റെ മുദ്ര ചാർത്തപ്പെടുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കുണ്ടായിരുന്ന ആ ഇഷ്ടം ഇങ്ങനെ കുറഞ്ഞു വന്നു. എന്നാൽ ആ നാട്ടിലെ ദുർബലരായ പലരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വെക്കുന്ന തൗഹീദിന്റെ ആശയത്തിലേക്ക് ആകൃഷ്ടരാകുന്നു. അവർക്കിടയിലെ പലരും തന്നെ പാത്തും പതുങ്ങിയും ഇസ്ലാമിന്റെ സന്ദേശം സ്വീകരിക്കുന്ന അവസ്ഥ കടന്നു വരുന്നു. മദീനയിൽ നിന്നാവട്ടെ, മക്കയ്ക്ക് പുറത്തുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കഅബയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊരാൾ കടന്നു വന്നിട്ടുണ്ട്, മുഹമ്മദ് എന്നാണ് പേര്, പ്രവാചകനെന്ന് വാദിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ പ്രഖ്യാപിക്കുന്നു എന്നറിയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വകാര്യമായി വന്ന് കാണുകയും ഇസ്ലാം സ്വീകരിക്കുകയും അവരുടെ നാടുകളിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെ ഇസ്ലാം വ്യാപിപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇത്രയുമായപ്പോ മക്കയിലെ ഖുറൈശി കൂട്ടങ്ങൾക്ക്, മുശ്രിക്കുകൾക്ക് നിൽക്കക്കള്ളിയില്ലാതായി. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏത് വിധേനയും വധിക്കണം, ഇല്ലായ്മ ചെയ്യണം എന്ന ചിന്ത കടന്നു വന്നപ്പോഴെല്ലാം അവിടുത്തെ പിതൃവ്യനായ അബൂ ത്വാലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിനുണ്ടായി. അബൂ ത്വാലിബിന്റെ സംരക്ഷണയിൽ മുഹമ്മദ് നിൽക്കുന്ന സമയത്തൊരിക്കലും ഞങ്ങൾക്ക് അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഒക്കുകയില്ല എന്ന് മക്കയിലെ ഖുറൈശി കൂട്ടങ്ങൾ തീർച്ചയാക്കി. കാലങ്ങൾ കടന്നുപോയി, അബൂ ത്വാലിബ് മരണപ്പെടുന്നു. ആ സമയത്ത് ഖുറൈശികളുടെ ആ ഒരു വീര്യവും വാശിയും വീറും വർദ്ധിക്കുന്നു. അവർ ദാറുൻ നദ്വയിൽ ഒരുമിച്ചുകൂടി മുഹമ്മദിന്റെ മതത്തിലേക്ക് ആളുകൾ കൂടുന്നു. മുഹമ്മദിനെ ഇല്ലായ്മ ചെയ്യണം. അവരിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. ചില ആളുകൾ പറഞ്ഞു, മരണം വരെ മുഹമ്മദിനെ നമുക്ക് കാരാഗൃഹത്തിലടക്കാം, തടവിലാക്കാം. പലരും ആ അഭിപ്രായത്തെ നിഷേധിച്ചു അത്രേ. കാരാഗൃഹത്തിലടച്ചാൽ മുഹമ്മദിന്റെ അനുയായികൾ വെറുതെ ഇരിക്കില്ല. മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു, മുഹമ്മദിനെ നമ്മുടെ നാട്ടിൽ നിന്ന് നാടുകടത്താം. അതിനും മറു അഭിപ്രായങ്ങളുണ്ടായി. മുഹമ്മദിനെ നാടുകടത്തിയാൽ മുഹമ്മദിന്റെ സന്ദേശത്തിൽ ആകൃഷ്ടരായി മറ്റു നാടുകളിൽ ചെന്ന് സൈനിക സന്നാഹമുണ്ടാക്കി നമ്മെ ആക്രമിച്ചേക്കാം. അപ്പോഴാണ് അള്ളാഹുവിന്റെയും ഇസ്ലാമിന്റെയും ശത്രുവായ അബൂജഹലിന്റെ അഭിപ്രായം കടന്നു വരുന്നത്. അബൂജഹൽ പറഞ്ഞു, ഈ നാട്ടിൽ എത്ര ഗോത്രങ്ങളുണ്ടോ ആ ഗോത്രത്തിൽ നിന്നെല്ലാം ഒരാളെ തെരഞ്ഞെടുത്ത് മുഹമ്മദ് രാത്രി കിടന്നുറങ്ങുമ്പോൾ അവന്റെ വീട് വളഞ്ഞ് മുഹമ്മദ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു വരുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് അവരുടെ പ്രവാചകനെ കൊന്നുകളയാം. ഈ തീരുമാനത്തോട് ദാറുൻ നദ്വയിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ ശരിവെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഖുറൈശി കൂട്ടം തീരുമാനമെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിഷയത്തെക്കുറിച്ച് വഹി എത്തിച്ചു കൊടുത്തു. രാത്രിക്കു രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വീട് വിട്ടു പുറത്തിറങ്ങി. ചുറ്റിലും ആളുണ്ടായിട്ടും അവരുടെ കണ്ണു വെട്ടിക്കാൻ അള്ളാഹുവിന്റെ സഹായം ആ രണ്ടു കൂട്ടുകാർക്കെന്നവിടെ കിട്ടി. പിന്നെ പ്രഭാതമായപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരനും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരക്കി കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും കാൽനടയായും ഓടിക്കൊണ്ടും അവർ യാത്ര തുടർന്നു. പക്ഷെ അവർക്ക് കണ്ടെത്താനായില്ല. മദീനയിൽ എത്തുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ബദർ നടക്കുന്നു, ഉഹുദ് നടക്കുന്നു. ഇസ്ലാമിന്റെ വെളിച്ചം ഈ ലോകത്താകമാനം വീശുമാറ്, പടരുമാറ് ഇസ്ലാമിന്റെ വളർച്ച നമുക്ക് മദീനയിൽ കാണാൻ കഴിയുന്നു. ചരിത്രം ഇങ്ങനെ വിശാലമായി പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞു. ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലവും കഴിഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭരണചക്രം ഏറ്റെടുത്തു. അന്ന് വരെ ഇല്ലാത്ത വിധം ഇസ്ലാമിന് വളർച്ചയുണ്ടായി. വ്യത്യസ്ത ദൂര ദിക്കുകളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശമെത്തി. അവിടേക്ക് വ്യത്യസ്ത സൈനിക കൂട്ടങ്ങളെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. അപ്പോഴേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയി 17 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് വരുന്നു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കത്താണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പ്രത്യേകമായ ഒരു സ്ഥലത്ത് നിയമിക്കപ്പെട്ടിട്ടുള്ള അമീറാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, ഞങ്ങൾക്ക് ഒരുപാട് എഴുത്തുകുത്തുകൾ കിട്ടുന്നുണ്ട്, ഒരുപാട് കത്തുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ ആദ്യം കിട്ടിയ കത്ത് ഏത് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവസാനം ഖലീഫ അയച്ച കത്ത് ഏത് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇതേ സമാനമായ സാഹചര്യവുമായി ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാവട്ടെ ഷാമിലെ സഫീറായി നിയമിക്കപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന്റെ കത്തും വന്നു, ഞങ്ങൾക്ക് ഏതു കത്താണ് ആദ്യം ഖലീഫ അയച്ചത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബികളെ കൂട്ടി, ഇതിലൊരു തീരുമാനം വേണം. മുസ്ലിം ലോകത്ത് വിശ്വാസികൾക്ക് ഒരു കലണ്ടർ വേണം. ഇങ്ങനെയാണ് ഇസ്ലാമിലെ കലണ്ടറിനെ കുറിച്ചുള്ള ആദ്യത്തെ ചർച്ച വരുന്നത്. എങ്ങനെ ഒരു വർഷത്തെ ആദ്യത്തെ വർഷമായി കണക്കിലെടുക്കും? പല അഭിപ്രായങ്ങളുണ്ടായി. ചിലര് പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം, അതിനെ നമുക്കൊരു ഒന്നാമത്തെ വർഷമായി കണക്കാക്കാം. മറ്റു ചില അഭിപ്രായങ്ങളുണ്ടായി. നുബൂവത്ത് കിട്ടിയ വർഷം, അതാണല്ലോ ഹിദായത്ത് കിട്ടിയ വർഷം, ആ വർഷത്തെ നമുക്ക് ഇസ്ലാമിലെ ഒന്നാമത്തെ വർഷമായി, കലണ്ടർ വർഷമായി നമുക്ക് തീരുമാനമെടുക്കാം. വ്യത്യസ്ത ചർച്ചകളുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസത്തെ അല്ലെങ്കിൽ ആ വർഷത്തെ നമുക്ക് ഇസ്ലാമിലെ ഒന്നാമത്തെ വർഷമായി തിരഞ്ഞെടുക്കാം. അതിനിടയിലാണ് ഹിജ്റ പോയ വർഷത്തെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ വർഷത്തെ നമുക്ക് ഒന്നാമത്തെ വർഷമായി ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഒന്നാമത്തെ വർഷമായി സ്വീകരിച്ചാലോ എന്ന അഭിപ്രായം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു വാക്യം അവിടെ ചേർത്ത് വെച്ചു. അൽ ഹിജ്റത്തി ഫറഖത്ത് ബൈനൽ ഹഖ്ഖി വൽ ബാത്തിൽ. ഹക്കും ബാത്തിലും തമ്മിൽ വേർതിരിച്ചത് ഹിജ്റയാണ്. സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കപ്പെട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയോട് കൂടിയാണ്. എങ്കിൽ ഇസ്ലാമിലെ ഒന്നാമത്തെ വർഷമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഹിജ്റയെ ഒന്നാമത്തെ വർഷമായി പരിഗണിക്കാം. ഐക്യകണ്ഠേന എല്ലാവരും തീരുമാനത്തിലെത്തി. എന്നാലും രണ്ടാമതൊരു കാര്യം കൂടി അറിയണം. ആ വർഷത്തെ മാത്രം എടുത്താൽ പോരാ, ആ വർഷത്തിലെ ഏതു മാസത്തെ ഒന്നാമത്തെ മാസമായി പരിഗണിക്കണം. വീണ്ടും ചർച്ചയായി. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ പല സ്വഹാബാക്കൾക്കും അവരുടേതായ അഭിപ്രായങ്ങൾ അവർ മുന്നോട്ട് വെക്കുകയുണ്ടായി. അവസാനം ചർച്ച വന്നത് മുഹറം മാസം എന്നതിലേക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയ മാസം റബീഉൽ അവ്വലാണ്. പക്ഷേ ഹിജ്റ പോകുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് അത് മുഹറം മാസം മുതൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് മുഹറം എന്ന മാസത്തെ ഒന്നാമത്തെ മാസമായി, ഒന്നാമത്തെ വർഷത്തിലെ ഒന്നാമത്തെ മാസമായി നമുക്ക് പരിഗണിക്കാമെന്ന അഭിപ്രായത്തിൽ മുസ്ലിം ലോകം അന്ന് ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. പ്രിയമുള്ളവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനൊരു കലണ്ടർ വേണമെന്ന ആവശ്യം വന്നപ്പോൾ സ്വഹാബാക്കൾ ഒരുമിച്ചു പറഞ്ഞ പേര് അത് ഹിജ്റയുടെ പേരാണ്. ആ വർഷത്തിലെ തന്നെ ഒന്നാമത്തെ മാസത്തെ നമുക്ക് തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയ്ക്കു വേണ്ടി ഒരുക്കം കൂട്ടിയ മാസം അത് മുഹറം മാസമാണ്. അതുകൊണ്ട് മുഹറത്തെ ഒന്നാമത്തെ മാസമാക്കണം എന്ന അഭിപ്രായവും സ്വീകരിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ ഹിജ്റക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഫറഖത്ത് ബൈനൽ ഹഖ്ഖി വൽ ബാത്തിൽ. ബാത്തിലും ഹക്കും വേർതിരിക്കപ്പെട്ട അത് ഹിജ്റയാണെന്ന് കൃത്യമായി പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഹിജ്റയുടെ പാഠങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. 1446 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പോകുന്ന യാത്ര ഇന്നും വിശ്വാസികൾക്ക് പ്രിയപ്പെട്ടവരെ ഒരുപാട് പാഠങ്ങൾ പകർന്നു തരുന്നുണ്ട്.
അതിലൊന്നാമത്തെ പാഠം അത് തവക്കുലിന്റെ പാഠമാണ്. തവക്കുലിന്റെ പാഠമാണ്, അള്ളാഹുവിൽ സമർപ്പിക്കുന്നതിന്റെ പാഠമാണ്. ആലോചിച്ചു നോക്കൂ, തങ്ങളുടെ വീടിന് ചുറ്റും തങ്ങളെ വധിക്കുവാൻ തയ്യാറായി വാളേന്തി നിൽക്കുന്ന ഖുറൈശി കൂട്ടങ്ങൾക്കിടയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു വരുന്നത് ഞങ്ങളെ റബ്ബ് സഹായിക്കും എന്നതിന്റെ തീർച്ചപ്പെടുത്തലാണ്. അള്ളാഹുവിന്റെ സഹായമുണ്ടാകുമെന്നാണ്. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കറിയില്ല എങ്ങനെ രക്ഷപ്പെടുമെന്ന്. അപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന, ഒരു പിടി മണൽ വാരി എറിയണമെന്ന്. എറിഞ്ഞു, അവരുടെ കണ്ണുകളെ കെടുത്തിക്കളഞ്ഞുവെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കൂ, അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന അവരുടെ ഹൃദയത്തിലുള്ള ആ ഒരു തവക്കുലിന്റെ പാഠം, ശത്രുപാളയം മുഴുവൻ വീട്ടിന് ചുറ്റും തന്നെ കൊല്ലുവാൻ വേണ്ടി, അവിടുത്തെ കൊല്ലുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പേടിയില്ലാതെ പുറത്തേക്കിറങ്ങാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രിയപ്പെട്ട കൂട്ടുകാരനെയും പ്രാപ്തരാക്കിയത് അവരുടെ ഹൃദയത്തിലുണ്ടായ തവക്കുലിന്റെ പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ തവക്കുൽ ഉണ്ടാവണം. തവക്കുൽ എന്നാൽ ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു, ഇനി എനിക്കൊന്നും നോക്കേണ്ടതില്ല എന്നതല്ല തവക്കുലിന്റെ അർത്ഥം. ഹിജ്റയുടെ പാഠങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. മാസങ്ങൾക്ക് മുമ്പ് റബീഉൽ അവ്വലിലാണ് യാത്ര പോകുന്നത്. മുഹറം മാസം മുതലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹിജ്റക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. മദീനയിൽ നിന്ന് ആളുകൾ വന്ന് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അവര് വാഗ്ദാനം ചെയ്യുന്നു, പ്രവാചകരെ, അങ്ങ് ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ, അങ്ങ് യസ്രിബിലേക്ക് വരൂ, ഞങ്ങൾ അങ്ങയെ സംരക്ഷിച്ചോളാം. അങ്ങ് എന്തിനാണ് പാത്തും പതുങ്ങിയും നമസ്കരിക്കുന്നത്, പ്രയാസപ്പെട്ട് ഒരു റൂമിലിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്? ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ, യസ്രിബിലേക്ക് വരൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ക്ഷണിക്കാറുണ്ടായിരുന്നെന്നാണ്. അങ്ങനെ ആ മുഹറം മാസം മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഒരുക്കങ്ങൾ നടത്തിയിരുന്നു എന്നാണ്. മാത്രമല്ല, കൂടിയാലോചനകൾ ഉണ്ടായിരുന്നു. മദീനയിൽ നിന്ന് സഹായം വാഗ്ദാനം ചെയ്ത ആളുകളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കൂടിയാലോചനകൾ നടത്തി. ഹിജ്റയുടെ പാഠങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തു നിർത്തണം. ജീവിതത്തിൽ എന്തു തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന സന്ദർഭങ്ങൾ വരുമ്പോഴും കൂടിയാലോചനകൾ ഉണ്ടാവണം. ഇന്ന് അത് അന്യം നിന്നു പോയിരിക്കുന്നു. വാപ്പ വീട്ടിലൊരു തീരുമാനമെടുക്കുമ്പോ ഭാര്യയോട് ചോദിക്കുന്നില്ല, ഉമ്മയോട് ചോദിക്കുന്നില്ല, മക്കളോട് അഭിപ്രായം ആരായുന്നില്ല. ഉമ്മയാകട്ടെ തീരുമാനമെടുക്കുമ്പോൾ വീട്ടിലുള്ളവരോട് അന്വേഷിക്കുന്നില്ല. മക്കളാവട്ടെ തീരുമാനമെടുക്കുമ്പോൾ വാപ്പയോടൊരു ചോദ്യം പോലും ചോദിക്കുന്നില്ല. എന്റെ ബുദ്ധിയാണ് വലുത്, വാപ്പക്ക് പ്രായമായി. ഒരു കൂടിയാലോചനകളില്ല വീട്ടിൽ, സ്ഥാപനങ്ങളിൽ കൂടിയാലോചനകളില്ല. പക്ഷേ ഇസ്ലാം നിർദ്ദേശിക്കുന്നു, ഹിജ്റയുടെ പാഠങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി പഠിച്ചെടുക്കേണ്ടുന്ന പാഠമാണ് കൂടിയാലോചനകൾ ഉണ്ടാവുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്നു. അവിടെ അള്ളാഹു രക്ഷിക്കും ഞങ്ങളെ എന്ന് കരുതി മാത്രമല്ല യാത്ര പോകുന്നത്. അള്ളാഹു ഭക്ഷണം തരും എന്നല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചിരുന്നത്. ഭക്ഷണം എത്തിക്കാൻ അസ്മാ റളിയല്ലാഹു അൻഹയെ ഏർപ്പെടുത്തി. മദീനയിൽ എത്തണം, തടസ്സങ്ങൾ ഉണ്ടാവും, പർവ്വതങ്ങൾ താണ്ടണം, മലകൾ കയറി ഇറങ്ങണം. അതിനു മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ വന്നേക്കാം. വഴി പടച്ച റബ്ബ് കാണിച്ചു തരുമെന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴി കാണിക്കാൻ മുസ്ലിം അല്ലാത്ത, ഇസ്ലാം സ്വീകരിക്കാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത് എന്ന മനുഷ്യനുണ്ടായിരുന്നു എന്നാണ്. ഇവിടെയും നമുക്ക് ചില പാഠങ്ങളുണ്ട്. മുസ്ലിം അല്ലാത്തൊരു മനുഷ്യനെ കണ്ടാൽ കാർക്കിച്ചു തുപ്പുന്നവരായി നമ്മൾ മാറരുതേ. അവൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവനെ ഒറ്റപ്പെടുത്തുന്ന സ്വഭാവമല്ല നമുക്കുണ്ടാവേണ്ടത്. അവനെ ഒറ്റപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സ്വഭാവ മഹിമ കണ്ട്, നമ്മുടെ പെരുമാറ്റം കണ്ടവർ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകണം. ഹിജ്റ എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കൂ, എത്രമാത്രം രഹസ്യ സ്വഭാവമുള്ള ഒരു സംഗതിയാണ്. മക്കയിലെ മുശ്രിക്കുകളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് വേണം മദീനയിലേക്ക് എത്താൻ. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യനെ വഴികാട്ടിയായി കൂടെ നിർത്തിയെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു മതേതര സമുദായത്തിൽ ജീവിക്കുന്ന, ഇന്ത്യ പോലുള്ള ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഹിജ്റയുടെ വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആ രണ്ട് കൂട്ടുകാർ സൗർ എന്ന ഗുഹയിലെത്തുന്നുണ്ട്. ആ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പിറകിൽ ഞങ്ങളെ പിടിക്കാൻ, തങ്ങളെ പിടിക്കാൻ ശത്രു സൈന്യം വരുന്നത് അവർ കാണുന്നുണ്ട്. ആ സൗർ ഗുഹയിൽ അവർ ഒളിച്ചിരിക്കെ ശത്രുക്കളുടെ കാൽപാദങ്ങൾ അവർ കാണുന്നു. സൗർ ഗുഹ സന്ദർശിച്ച ആളുകൾക്കറിയാം, അവിടെ എങ്ങനെ ഇരുന്നാലും ഒരു പക്ഷേ പുറത്തു നിൽക്കുന്ന ആളൊന്ന്
ഒന്ന് ചെരിഞ്ഞു നോക്കിയാൽ ഉള്ളിലിരിക്കുന്നവരെ കാണാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ, അവരെങ്ങാനും അവരുടെ കാൽച്ചുവട്ടിലേക്ക് നോക്കിയാൽ നാം പിടിക്കപ്പെടുമല്ലോ പ്രവാചകരെ, നമ്മെ അവര് കാണുമല്ലോ പ്രവാചകരെ. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറുപടി, അബൂബക്കറേ, മാ ലൊന്നുക ബിഇസ്നൈൻ അല്ലാഹു സാലിസുഹുമാ, അല്ലാഹു മൂന്നാമനായി കൂടെയുള്ള രണ്ടാളുകളെ പറ്റി നീ എന്താ കരുതിയിരിക്കുന്നത്? നമ്മളിവിടെ ഒറ്റക്കല്ല അബൂബക്കറേ, അല്ലാഹുവുണ്ട് നമ്മുടെ കൂടെയെന്ന് ശത്രുക്കളുടെ കാൽപാദം കാണുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാതിൽ മന്ത്രിക്കാൻ പറ്റിയത് ഹൃദയത്തിലുണ്ടായിരുന്ന തവക്കുലിന്റെ ശക്തി കൊണ്ടാണ്. ചരിത്രത്തിൽ ഇതുപോലെ സമാനമായ ഘട്ടം നമുക്ക് വേറെയും കാണാൻ കഴിയുന്നു. സുറാഖത്ത് ബിൻ മാലിക് കണ്ടു കഴിഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടുകാരനെയും കണ്ടു കഴിഞ്ഞു. സുറാഖ റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ശ്വാസം വിടുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അത്ര തൊട്ടടുത്ത് ഞാൻ അവരുടെ തൊട്ടടുത്തെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ് പ്രവാചകന്റെ കാതിൽ, പ്രവാചകരെ, നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു, നമ്മളിതാ ശത്രുക്കളുടെ കൈവശം എത്തിയിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രഖ്യാപിച്ച വാക്യം, ലാ തഹ്സൻ, നീ ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, അല്ലാഹുവുണ്ട് നമ്മുടെ കൂടെ. അല്ലാഹുവിൽ തവക്കുലാക്കിയ യാത്രയാണ് അബൂബക്കറേ, നീ എന്തിനു ഭയപ്പെടണം? സുറാഖയുടെ വാഹനത്തിന്റെ മുൻകാലുകൾ താഴ്ന്നുപോയി എന്നാണ് മണലിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വാഗ്ദാനങ്ങൾ സുറാഖക്ക് നൽകി. ആ വാഗ്ദാനം പുലരുന്നത് പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വന്ന സുറാഖ മുസ്ലിമായി റളിയല്ലാഹു അൻഹുവായി മാറുന്ന ചരിത്രമാണ് കാണുന്നത്. സമാനമായ മറ്റൊരു സന്ദർഭം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഫിർഔനിന്റെ കിങ്കരന്മാർക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടലിന്റെ തീരത്തെത്തി. ആ സന്ദർഭത്തില് മുന്നിൽ കടലും പിറകിൽ ഫിർഔനിന്റെ പടയാളികളും വന്നെത്തി നിൽക്കുന്ന സമയത്ത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അവിടുത്തെ ആളുകൾ പറയാണ്, ഇന്നാ ലമുദ്റകൂൻ, മൂസ, നമ്മൾ പിടിക്കപ്പെട്ടു, മൂസ, നമ്മൾ പിടിക്കപ്പെട്ടു. ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന മറുപടി, റബ്ബ് വടികൊണ്ട് കടലിൽ അടിക്കാൻ പറഞ്ഞിട്ടില്ല, ആ കടൽ പിളരുമെന്നും അതിലൂടെ നടന്നു പോകുമെന്നും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കറിയില്ല. തൊട്ടുപിറകിൽ ശത്രുവെത്തിയപ്പോഴും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എന്റെ റബ്ബെനിക്കൊരു വഴി കാണിച്ചു തരും. ജീവിതത്തിലെ പ്രയാസഘട്ടങ്ങളിൽ, ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ ഈമാൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടുന്ന ചിന്തയാണ്, എന്റെ റബ്ബെനിക്കൊരു വഴി കാണിച്ചു തരും. അവിടെയാണ് തവക്കുലിന്റെ പാഠം. ആ തവക്കുലിന്റെ പാഠം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു കിട്ടേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് റബ്ബിൽ പ്രതീക്ഷ നിലനിർത്തണം. അള്ളാഹുവിൽ ഒരു വിശ്വാസിക്ക് കൃത്യമായ പ്രതീക്ഷയുണ്ടാവണം. നാട്ടിലൊരു പ്രശ്നമുണ്ടാകുന്നു, ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ എന്തൊക്കെയോ ചില കലുഷിതങ്ങൾ ഉണ്ടാകുന്നു, അപ്പോഴേക്ക് ആയുധമെടുക്കേണ്ടുന്നവനല്ല ഒരു വിശ്വാസി. ആയുധമെടുത്ത് യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ഒരു വിശ്വാസിയോടും ഒരു മുസ്ലിമിനോടും വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ പറഞ്ഞിട്ടില്ലെന്നാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോ യാസിർ കുടുംബത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്ബിറു ആല യാസിർ, ക്ഷമിക്കണം കേട്ടോ യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാചകത്തെ വിശുദ്ധ ഖുർആൻ കോട്ട് ചെയ്ത് അതിനുശേഷം പറയുന്നു, ഫഅൻസലല്ലാഹു സകീനതഹു, അല്ലാഹു കൂടെയുണ്ടെന്ന വിശ്വാസം വന്നപ്പോൾ അല്ലാഹു അവർക്കതാ മനസ്സമാധാനം ഇറക്കി കൊടുത്തു. സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ചൊരു കൃത്യമായ ബോധം, കൃത്യമായ ഒരു ചിന്ത, ഒരു പ്രതീക്ഷ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ശരി, അള്ളാഹുവുണ്ട് ഞങ്ങളുടെ കൂടെ. ഭരണരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടായാലും, അവരുടെ നിലപാട് മാറിയാലും, പുതിയ നിയമങ്ങൾ വന്നാലും,
റബ്ബ് കൂടെയുണ്ടെന്ന വിശ്വാസം ഒരു വിശ്വാസിയുടെ ഒരു കരുത്തായി മാറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ദീനിനു വേണ്ടി ത്യാഗത്തെക്കുറിച്ച് ഹിജ്റ നമ്മോട് സംസാരിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കിടത്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വിട്ടിറങ്ങിയത്. അലി റളിയല്ലാഹു അൻഹുവിനെ അറിയാം മരിക്കാൻ പോവുകയാണ്, മരിക്കും ഞാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷപ്പെട്ടാലും അവര് പ്രഭാതത്തിൽ വീട്ടിനകത്തേക്ക് ഇരച്ചു കയറിയാൽ ആ പ്രവാചകന്റെ പുതപ്പിൽ കിടക്കുന്നത് ഞാനാണ്, ഞാൻ മരിക്കും എന്നറിയുമ്പോഴും അവിടെ ആ ത്യാഗസമ്പൂർണമായ കിടത്തം കിടക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത് ഹൃദയത്തിലുള്ള ഈമാനാണ്. പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോൾ അവിടുന്ന് നടക്കുന്നതിനെ കുറിച്ച് പറയുന്നു, കുറച്ചു സമയം ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നടക്കും. അപ്പൊ എനിക്ക് തോന്നും വലതുഭാഗത്ത് നിന്ന് ആരെങ്കിലും ആക്രമിച്ചാലോ ഞാൻ വലതുഭാഗത്ത് നടക്കും. അപ്പോൾ എനിക്ക് തോന്നും ഇടതുഭാഗത്ത് നിന്ന് ആരെങ്കിലും ആക്രമിച്ചാലോ ഞാൻ ഇടതുഭാഗത്തേക്ക് പോകും. അപ്പൊ എനിക്ക് തോന്നും പിറകിൽ നിന്ന് അക്രമം വന്നാലോ മദീന എത്തും വരെ ഞാൻ അങ്ങനെ നടക്കുകയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ ആലോചിച്ചു നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷവും മുമ്പും എത്രയോ സ്വഹാബാക്കൾ ഹിജ്റ പോയില്ലേ. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അങ്ങ് വരെ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ മക്കയിൽ ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്ന സുഹൈബ് റൂമിയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമുണ്ട്. എന്തു സഹിച്ചു ദീനിനു വേണ്ടി? ചോദ്യമാണ്, ഹൃദയത്തോട് ചോദിക്കണം. എത്ര പ്രായമായി എന്ന് ആലോചിക്കുക, എന്നിട്ട് ചോദിക്കുക 42 വയസ്സായില്ലേ, ദീനിനു വേണ്ടി ഞാൻ എന്തു ചെയ്തു? എന്തു ത്യാഗമാണ് ദീനിനു വേണ്ടി ചെയ്തത്? എത്ര രാത്രിയാണ് ദീനിനു വേണ്ടി ഉറക്കമിളച്ചത്? എത്ര വെയിലാണ് ദീനിനു വേണ്ടി കൊണ്ടത്? എത്ര പണമാണ് ദീനിനു വേണ്ടി ചെലവഴിച്ചത്? എത്ര തുള്ളി വിയർപ്പാണ് ദീനിനു വേണ്ടി ഞാൻ ചിലവഴിച്ചത്? എത്ര കല്ലേറും ആട്ടും തുപ്പുമാണ് ഞാൻ ഏറ്റുവാങ്ങിയത് എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കൂട്ടുകാർക്ക് വേണ്ടി ദീനിനെ വിറ്റുകളയുന്നു. നിന്റെ താടി ഭംഗിയില്ല, വടിച്ചു കളഞ്ഞേക്കെന്ന് പറയുമ്പോഴേക്ക് കൂട്ടുകാരന്റെ തൃപ്തിക്ക് വേണ്ടി, ഭാര്യയുടെ തൃപ്തിക്ക് വേണ്ടി, അതേപോലെ തന്റെ കൂടെയുള്ള ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഉപേക്ഷിക്കുന്നവരായി നമ്മൾ മാറരുതേ. നീ തട്ടമിട്ടിട്ടൊരു ഭംഗിയില്ല, മുടി കാണുന്നതാണ് ഭംഗി എന്ന് പറയുമ്പോഴേക്ക് തട്ടത്തെ ഷാളാക്കി മാറ്റി തോളിലേക്ക് ഇടുന്നവരായി പ്രിയപ്പെട്ട സഹോദരിമാരെ മാറരുതേ. നിന്റെ തുണി എന്താണ്, നിര്യാണിക്ക് മുകളിലാണല്ലോ എന്ന് പരിഹസിക്കുമ്പോഴേക്ക് നമസ്കരിക്കുന്ന സമയത്ത് മാത്രം നിര്യാണിക്ക് മുകളിലേക്ക് വാരിക്കയറ്റി പാന്റ് മടക്കി വെച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ചെരുപ്പ് ധരിക്കുന്നതിന് മുമ്പ് നിര്യാണിക്കു താഴേക്ക് പാന്റും വസ്ത്രവുമാക്കി ഓഫീസിലേക്കും സ്ഥാപനത്തിലേക്കും പോകുന്നവരായി നമ്മൾ മാറരുതേ. ദീനിനു വേണ്ടി എന്തു ത്യാഗമാണ് നമ്മൾ സഹിച്ചത്? ഹിജ്റയുടെ പാഠങ്ങളിൽ നിന്ന് ഹൃദയത്തോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടുന്നത് സാഹോദര്യമാണ്, സാഹോദര്യത്തിന്റെ പാഠമാണ്. പ്രയാസം സഹിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മദീനയിലേക്ക് യാത്രയാകുമ്പോ മദീന നിവാസികൾ കാത്തിരിക്കുന്നു ഒരാളെ. മദീന നിവാസികൾ കാത്തിരിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. എന്ന് വരുമെന്നറിയില്ല, എന്നെത്തുമെന്നറിയില്ല, അടുത്ത പ്രഭാതത്തിൽ എത്തുമെന്നറിയില്ല. അവര് മുഴുവൻ കാത്തിരിക്കുന്നത് അവരുടെ മക്കളെയല്ല, അവരുടെ കുടുംബത്തിലെ ആരെയുമല്ല, ഉറ്റവരെയല്ല, ഉടയവരെയല്ല, അന്ന് വരെ അത്രയധികം പരിചയമില്ലാത്ത ആദർശത്തിന്റെ പേരിൽ മാത്രം അറിയുന്ന അള്ളാഹുവിന്റെ പ്രവാചകനെ കാത്തിരിക്കുന്ന മുഹാജിറുകളായ അല്ല അൻസ്വാറുകളായ ആ മദീന നിവാസികളിലും പാഠമുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വത്തിന്റെ പാതി നൽകിയെന്ന, വീടിന്റെ പാതി നൽകിയെന്നാണ്. 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ മൊഴി ചൊല്ലി കൊടുത്തുവെന്നാണ്. കച്ചവടത്തിലേക്ക് അവിടെ ഷെയറായി പകുതി കച്ചവടത്തിന്റെ ഭാഗം കൊടുത്തുവെന്നാണ്. നമ്മൾ എന്ത് കൊടുത്തു ദീനിനു വേണ്ടി? നമ്മൾ എന്ത് കൊടുത്തു ദീനിനു വേണ്ടി? കൊടുത്ത 5000-നെ കുറിച്ച് വീണ്ടും ആലോചിച്ച് സങ്കടപ്പെടുന്നവരുണ്ടാവാം. എന്തിന്? ദീനിനു വേണ്ടി നമ്മൾ എന്ത് ത്യാഗം സഹിച്ചു? പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് മാറ്റമുണ്ടാക്കേണ്ടുന്ന വിഷയമാണ്. ഇസ്ലാമിന്റെ സാഹോദര്യത്തെ കുറിച്ച് പറഞ്ഞത് അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാനി. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് കെട്ടിടം പോലെയാണെന്നാണ് ഉപമ പറഞ്ഞതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാണ് യശുദ്ദു ബഅ്ലുഹു ബഅ്ല, അതിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ ഇങ്ങനെ ശക്തിപ്പെടുത്തുന്നു. തുമ്മ ശബ്ബക ബൈന അസാബിഅ, എന്നിട്ട് വിരലിങ്ങനെ ചേർത്തു വെച്ചു.
ഒരു വിശ്വാസി, രണ്ട് വിശ്വാസികൾ പരസ്പരം ഇങ്ങനെയായിരിക്കണം. പണവും പത്രാസും നോക്കിയല്ല കൂട്ടരെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കേണ്ടത്. അവന്റെ അധികാരത്തിന്റെ പവർ നോക്കിയല്ല നമ്മുടെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സൗഹൃദങ്ങൾ ദീനിന്റെ പേരിലായി മാറാൻ കഴിയണം. മുഹാജിറുകളും അൻസാറുകളും നമ്മെ പഠിപ്പിച്ചത് അതാണ്. അന്ന് വരെ പരിചയമില്ലാത്തവർക്ക് വീട് പകുത്തു നൽകാൻ, സമ്പത്ത് പകുത്തു നൽകാൻ അവരുടെ ഈമാൻ അവർക്ക് കരുത്തായി. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഹിജ്റ എന്ന് പറയുമ്പോ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് വിധേയമാക്കിയ പദമാണ്. ഒരുപാട് തെറ്റിദ്ധരിക്കലുകൾ ഈ ഹിജ്റ എന്ന പദത്തോടുകൂടി, ഈ ഹിജ്റ എന്ന പദത്തെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമികപരമായി ഒരു പ്രയാസവുമില്ലാതെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ നിന്ന് പോലും ഹിജ്റ പോകണം, ഇന്ന സ്ഥലത്തേക്ക് പോകണം, അവിടെ പോയി ജീവിക്കണം, ആടുമേച്ചു ജീവിക്കണം എന്ന ആശയങ്ങളൊക്കെ പലപ്പോഴും ചെറിയ രൂപത്തിലെങ്കിലും ഈ കേരളക്കരയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമികപരമായി ഒരു പ്രമാണവും അതിനില്ലെന്നാണ്. ഹിജ്റ പോകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയി കുറച്ചു കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കി, മക്കയിലേക്ക് നോക്കിയിട്ട് മക്കയോട് പറയുന്നുണ്ട്, മക്കേ, നിന്റെ ആളുകൾ എന്നെ ആട്ടിപ്പുറത്താക്കി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഉപേക്ഷിക്കുമായിരുന്നില്ല കേട്ടോ എന്ന് മക്കയെ നോക്കി പറയുന്ന മുശ്രിക്കുകളുള്ള മക്ക, ഖുറൈശികളുള്ള മക്ക, തൗഹീദിനെ നിരാകരിക്കുന്ന മക്കയെ നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിലും നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഹിജ്റ പോകണം, നമ്മൾ ഹിജ്റ പോകണം. അത് ഏത് ഹിജ്റയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ട ഒരു ഹിജ്റയുണ്ട്. ഇന്നൽ മുഹാജിറ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു വിരോധിച്ചതിൽ നിന്ന് ഹിജ്റ പോകണം എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ഹിജ്റ പോകണം. ഒരു ദിവസം രാവിലെ ഒരു കബറിടം ഇങ്ങനെ കെട്ടിപ്പടുക്കുന്നു, ഉച്ചയാകുമ്പോഴേക്ക് അതിൽ സിമന്റ് തറ വരുന്നു, അത് വൈകുന്നേരമാകുമ്പോഴേക്ക് അതിലൊരു തുണി മൂടുന്നു, പിറ്റേ ദിവസമാകുമ്പോഴേക്ക് അവിടെ ആളുകൂടി പണപ്പിരിവ് നടത്തുന്നു. ഇക്കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ കണ്ടു നമ്മുടെ നാടിന്റെ ഏകദേശമൊക്കെ തൊട്ടടുത്തുള്ള പ്രദേശം ഒരു ഖബറാരാധനയുടെ തുടക്കം. ദിവസവും ഡേറ്റും സമയവും ഇട്ട് ആ 3-4 ചിത്രങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്ന് തൗഹീദിലേക്ക് ഹിജ്റ പോകാൻ കഴിയണം. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ഹിജ്റ പോകാൻ കഴിയണം. പരലോകം മറപ്പിക്കുന്ന ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ നിന്ന് പരലോകത്തെ ഓർമ്മിക്കുന്ന ഈമാനുള്ള ഹൃദയങ്ങളിലേക്ക് ഹിജ്റ പോകാൻ കഴിയണം. മുഹറം എന്ന മാസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും ഇസ്ലാമിലെ കലണ്ടർ എങ്ങനെയാണ് ഹിജ്റ കലണ്ടറായി മാറിയത് എന്നതിനെ കുറിച്ചുമെല്ലാം നാം സൂചിപ്പിക്കുകയുണ്ടായി. ഹിജ്റ നൽകുന്ന ചില പാഠങ്ങൾ, വിശ്വാസികൾ എക്കാലത്തും ഹൃദയത്തിൽ ഓർത്തെടുക്കേണ്ടുന്ന പാഠങ്ങളെക്കുറിച്ച് നാം സൂചിപ്പിക്കുകയുണ്ടായി. ഈ മുഹറം മാസത്തിൽ വളരെ പ്രത്യേകമായ ഒരു ആരാധന, ഒരു ഇബാദത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. വസിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബലഹു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1162 ഹദീസാണ്. ആശൂറ ദിനം. ആശൂറ എന്ന് പറഞ്ഞാൽ മുഹറം 10 ദിവസം. ആ ദിവസത്തിലുള്ള നോമ്പ് ഒരു വർഷത്തെ, മുൻകഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ ഒരു നോമ്പ്, മുഹറം 10 നോമ്പ് നമ്മൾ എടുക്കുന്നു, നമ്മുടെ വീട്ടുകാരും നമ്മുടെ പരിചയക്കാരുമൊക്കെ എടുക്കുന്നു എന്നൊക്കെ ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞ ആലോചിച്ചോ, അത് എത്ര വലിയൊരു സൗഭാഗ്യമാണ്. ഒരു വർഷത്തെ പാപങ്ങൾ ജീവിതത്തിൽ വന്നുപോയ ചെറിയ പാപങ്ങളെ കുറിച്ചാണ്. വൻപാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അത് പൊറുക്കാൻ തൗബ കൂടിയേ തീരൂ. അത് ഈ നോമ്പ് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതല്ല. ചെറിയ പാപങ്ങളെല്ലാം പടച്ച റബ്ബ് മായ്ച്ചു കളയും. വൻപാപങ്ങൾ അത് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്താൽ മാത്രമേ അത് പടച്ച റബ്ബ് പുറത്തു തരികയുള്ളൂ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. അതേപോലെ തന്നെ മുഹറം 9 നോമ്പ്, ഈ റമളാനിലെ നോമ്പ് നിയമമാക്കുന്നതിന് മുമ്പ് ഫറളായിരുന്നു മുഹറം 10 നോമ്പ്. അങ്ങനെയായിരുന്നു എന്നാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ അറബികളടക്കം അത് എടുത്തു വന്നിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തു വന്നിരുന്നു. റമളാനിലെ നോമ്പ് നിയമമാക്കിയപ്പോൾ, ഫറളാക്കിയപ്പോഴാണ്
മുഹറം 10 നോമ്പിന്റെ ഫറള് എന്ന ഒരു കാറ്റഗറി മാറിയത്. പിന്നീട് അത് സുന്നത്തിലേക്ക് പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി മാറുകയുണ്ടായി. അപ്പോഴാണ് അതേ നോമ്പ് യഹൂദികളും നസോറാക്കളും ഒക്കെ എടുക്കുന്നു. സ്വഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ, നമ്മള് അവരിൽ നിന്ന് എതിരാവണമെന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അവരെടുക്കുന്ന അതേ നോമ്പാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇദാ കാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ് സുംനാ യൗമ താസിഅ, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം മുഹറത്തിലെ 9ാമത്തെ ദിവസം കൂടി നമ്മൾ എടുക്കും. അത് ആ ഒരു വിഷയത്തിൽ യഹൂദികളോട് എതിരാവുക എന്നതാണ് അതിന്റെ തത്വം. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ഒരു വർഷക്കാലം ജീവിച്ചിരുന്നിട്ടില്ല എന്നാണ്. പക്ഷെ അത് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടു. അപ്പോ മുഹറം 9ന്റെയും 10ന്റെയും നോമ്പ് പ്രിയപ്പെട്ടവരെ വലിയ പ്രാധാന്യത്തോടു കൂടി കാണാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അവിടെ മുഹറം 9ന് നോമ്പെടുക്കുക എന്നത് യഹൂദ ക്രൈസ്തവരോട് എതിരാവുക എന്നതാണ് അതിന്റെ തത്വം. പലപ്പോഴും അത്തരം അവരുടെ സംസ്കാരങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ വെമ്പൽ കൊള്ളുന്ന ഒരു സംസ്കാരമായി നമ്മുടെ സംസ്കാരം മാറുമ്പോൾ അതിനെ നിരാകരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തായ കർമ്മങ്ങളെ, ഫർളായ കർമ്മങ്ങളെ നിർബന്ധമായിട്ടും സുന്നത്തായ ഐച്ഛികമായ നോമ്പുകളാവട്ടെ, നമസ്കാരങ്ങളാവട്ടെ, ഇത്തരം സ്വാലിഹായ കർമ്മങ്ങൾ ജീവിതത്തിലേക്ക് ധാരാളമായി ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന മുത്തഖികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.